ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അൽഫ ചിക്കൻ, തന്തൂരി ചിക്കൻ, ഇതൊക്കെ നമുക്ക് ഓവണും ഗ്രില്ലും ഒന്നും നമ്മുടെ വീട്ടിലില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ലെഗ് പീസാണ് കേട്ടോ എടുക്കാറ്. ഇതേപോലത്തെ വലിയ ലെഗ് പീസാണ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പീസ് എടുക്കാമല്ലോ, ലെഗ് പീസ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 3 പീസാണ് എടുത്തിരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ ഇതേപോലത്തെ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി, എങ്കിലും അതിൻ്റെ അകത്തേക്കൊക്കെ മസാല പിടിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി ഇല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലും മതി. കാശ്മീരി ആകുമ്പോൾ കുറച്ചും കൂടി കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പച്ചമല്ലി ഉണ്ടെങ്കിൽ അതെടുക്കുക, വറുക്കാത്ത മല്ലി ഉണ്ടല്ലോ പച്ചമല്ലി, അതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി. അതിന് പകരമായിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജീരകം തന്നെ ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. അത് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അത് വലിയ പീസായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി ഇത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിനിപ്പോൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കി കളയാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് നാരങ്ങ നീരും തൈരും ഒക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ കുറച്ചധികം ഉപ്പ് വേണം, പുളി ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. കുരെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുളിയായി പോകണ്ട. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തൈര് എടുക്കാം കേട്ടോ. യോഗേർട്ട് ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. ഇനി അതിലുള്ള വെള്ളം ഒന്ന് കളയണം കേട്ടോ, ഒരുപാട് വെള്ളം ആവരുത്. അപ്പോൾ അതിലുള്ള വെള്ളം ഇങ്ങനെ ഇതേപോലെ ചെറിയൊരു അരിപ്പ വെച്ചിട്ട് അരിച്ച് കളയാം. എന്നിട്ട് വേണം തൈര് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ നല്ലോണം നോക്കാം കേട്ടോ, പാകമാണോ എന്നുള്ളത്. കുറച്ച് ഉപ്പ് കൂടുതൽ വേണം, എങ്കിലേ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതവിടെ മസാല ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അല്പം റെഡ് ഫുഡ് കളർ ചേർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചേർത്തതാണ് കേട്ടോ. ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ചിക്കൻ എടുക്കുന്ന സമയത്ത് ചിക്കനിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ എടുക്കാം കേട്ടോ. നമ്മുടെ മസാല ഓൾറെഡി അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അലിഞ്ഞു പോകും. അപ്പോൾ ഇതാ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ എല്ലാ സൈഡിലും ബാക്ക് സൈഡിലും എല്ലാ സൈഡിലും നന്നായിട്ട് മസാല പിടിക്കണം. ഇതിൽ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബാക്ക് സൈഡിലും എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ നമ്മൾ ഈ വര ഇട്ടതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് കൊടുക്കുക കേട്ടോ. സൈഡിലും ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് അടുത്ത പീസ് എടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ചിക്കൻ പീസും മസാല നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം.
ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ, എങ്കിലും അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചേക്കാം. അതിൽ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു മൂടി എടുത്തിട്ട് മൂടി വെച്ചിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിവിടെ മൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ചിക്കന് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. മസാലയൊക്കെ റെഡി ആയിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഗ്രില്ലും ഓവണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ആക്കിയിട്ട് മസാല ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗ്രില്ലും ഓവണും ഒന്നും ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഇതേപോലത്തെ ഒരു കുറച്ച് വലിപ്പമുള്ള നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിക്കരുത്, കാരണം നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും ഓയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക്കിൽ ഒന്ന് താഴെ അടി പിടിക്കരുത് എന്നുള്ള രീതിയിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഡീപ്പ് ഫ്രൈ അല്ല വേണ്ടത്, ഇതേപോലെയാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഓരോ സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും 5 മിനിറ്റ് മൊരിയിച്ചെടുക്കാം. അങ്ങനെ എല്ലാ സൈഡും മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു സൈഡ് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത സൈഡും ഇതേപോലെ 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കന് നന്നായിട്ട് വേവണം കേട്ടോ, കാരണം ഈ സൈഡിലൊന്നും ചിലപ്പോൾ ഓയിലൊന്നും തട്ടില്ല. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ ഈ സൈഡും ഒക്കെ നമ്മൾ തട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെയൊക്കെ മറിച്ചിട്ട് കൊടുത്ത് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മുടെ അൽഫാം അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിലൊരു പുകയുടെ ടേസ്റ്റ് വേണം കേട്ടോ, കാരണം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നൊക്കെ ടൈമിൽ ആ പുകയുടെ ഒരു ടേസ്റ്റൊക്കെ അതിൽ വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഇനി ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നോൺ സ്റ്റിക്ക് പാന് തന്നെ ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിൽ ഇതേപോലെ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. സാധാരണ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഒരു ചാർക്കോളിൻ്റെ പീസ് എടുത്തിട്ട് നന്നായിട്ട് ഗ്യാസിൽ കാണിച്ചിട്ട് തീ പിടിക്കുന്ന രീതിയിൽ കത്തിച്ച് കൊടുക്കുക. ഒരു കണലായിട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കണ്ടില്ലേ, ഇതിൽ നിന്ന് പുക വരുന്നത് കണ്ടില്ലേ. ഇപ്പം ഇവിടെ 3 പീസ് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ പീസ് ഇട്ട് കൊടുത്താൽ മതി. അതിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വേണ്ട പുക വന്നോളും. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം, എങ്കിൽ ആ പുകയൊക്കെ അതിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ചിക്കനിലേക്കൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ചിക്കന് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ചിക്കൻ ഒന്നും കൂടി സൈഡൊക്കെ നന്നായിട്ട് വെന്തോളൂ കേട്ടോ. ഈ പുകയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് വരികയും ചെയ്തോളൂ. ഇത് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ച ചാർക്കോളാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ള് കത്തി തീരും. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. കണലുണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കണലിൻ്റെ തന്നെ പുകമണൊക്കെ അതിലേക്ക് വന്നോളും. അപ്പോൾ അതാ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. കരി മൊത്തമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ സ്റ്റൗവിൽ വെച്ച് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അകത്തൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.